ഏവർക്കും വീണ്ടും സ്വാഗതം. സെക്കൻഡ് സെമസ്റ്ററിലെ മെക്കാനിക്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് മൊഡ്യൂളായ റൊട്ടേഷണൽ മെക്കാനിക്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ആദ്യ ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ട്രാൻസ്ലേഷണൽ മോഷനും റൊട്ടേഷണൽ മോഷനും തമ്മിലുള്ള വ്യത്യാസങ്ങളായിരുന്നു. നമുക്കറിയാം, ട്രാൻസ്ലേഷണൽ മോഷനിൽ ഒരു വസ്തുവിൻ്റെ പൊസിഷൻ ഉണ്ടാകുന്ന ചേഞ്ചിനെ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് നമ്മൾ വിളിച്ചു. എന്നാൽ റൊട്ടേഷണൽ മോഷനിൽ ഒരു വസ്തുവിൻ്റെ പൊസിഷൻ വെക്ടറിൻ്റെ ആംഗിളിനുണ്ടാകുന്ന വ്യത്യാസത്തെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് വിളിച്ചിരുന്നത്. ട്രാൻസ്ലേഷണൽ മോഷനിൽ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ലീനിയർ വെലോസിറ്റി എന്നറിയപ്പെട്ടു. റൊട്ടേഷണൽ മോഷനിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആംഗുലാർ വെലോസിറ്റി എന്നും വിളിച്ചു. ട്രാൻസ്ലേഷണൽ മോഷനിൽ ലീനിയർ വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ചിനെ ലീനിയർ ആക്സിലറേഷൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. റൊട്ടേഷണൽ മോഷനിലേക്ക് വരുമ്പോൾ അത് ആംഗുലാർ ആക്സിലറേഷൻ എന്നും അറിയപ്പെടുന്നു. മറ്റൊരു ക്വാണ്ടിറ്റി നമ്മളവിടെ കണ്ടത് ലീനിയർ മൊമെൻ്റമായിരുന്നു. ഇതിൻ്റെ അനലോഗായി റൊട്ടേഷണൽ മോഷനിൽ നാം ആംഗുലാർ മൊമെൻ്റം കാണുന്നു. ട്രാൻസ്ലേഷണൽ മോഷനിൽ ലീനിയർ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോഴ്സ് ആയിരുന്നു. സിമിലർലി റൊട്ടേഷണൽ മോഷനിൽ ആംഗുലാർ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയെ ടോർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു. ട്രാൻസ്ലേഷൻ മോഷനിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന മറ്റൊരു ക്വാണ്ടിറ്റിയാണ് മാസ്. റൊട്ടേഷൻ മോഷനിൽ മാസിന് തുല്യമായിട്ടുള്ള ക്വാണ്ടിറ്റി എന്താണ്? നമുക്ക് ചില എക്സാമ്പിളിലൂടെ മുന്നോട്ട് പോകാം. ഒരു സ്മൂത്തായ സർഫസിൽ ഇരിക്കുന്ന ഒരു ക്യൂബ്, ഒരു ഡിസ്ക്, ഒരു ആർബിട്രറി ഷേപ്പുള്ള മറ്റെന്തോ വസ്തു. ഈ മൂന്ന് വസ്തുക്കളുടെയും മാസ് തുല്യമാണ്. ഇവ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലും സെയിം ആണ്. നമുക്ക് ഈ മൂന്ന് വസ്തുക്കളെയും ഈ സർഫസിലൂടെ സ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്യിക്കണം എന്ന് വിചാരിക്കുക. മൂന്ന് വസ്തുക്കളുടെയും മാസ് തുല്യമായിരിക്കുന്നിടത്തോളം ഇവയെ സ്ലൈഡ് ചെയ്യിച്ച് മൂവ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടി വരുന്ന എഫേർട്ട് സെയിം ആയിരിക്കും. മറ്റൊരു എക്സാമ്പിൾ പരിഗണിക്കാം. ഒരു റിംഗ്, ഒരു സോളിഡ് സ്പിയർ, ഒരു ഡിസ്ക്, ഒരു ആനുലാർ ഡിസ്ക്. ഈ നാല് വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത് സെയിം മെറ്റീരിയൽ, നാല് വസ്തുക്കളുടെയും മാസ് സെയിം. ഈ നാല് വസ്തുക്കളെയും റൊട്ടേറ്റ് ചെയ്യിക്കണമെങ്കിൽ ഇപ്രകാരം റൊട്ടേറ്റ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള എഫേർട്ട് സെയിം ആയിരിക്കുമോ? തീർച്ചയായിട്ടും അല്ല. പല വസ്തുക്കൾക്കും നാം കൊടുക്കേണ്ടി വരുന്ന എഫേർട്ട് പലതായിരിക്കും. ഇതിനർത്ഥം ഒരു വസ്തു റൊട്ടേറ്റ് ചെയ്യാനുള്ള അവൻ്റെ ടെൻഡൻസി വസ്തുവിൻ്റെ മാസിനെ മാത്രം ആശ്രയിച്ചല്ല ഇരിക്കുന്നത്, അവയുടെ ഷേപ്പിനെ കൂടി ആശ്രയിച്ചിരിക്കും. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഈ മാസ് എപ്രകാരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നതിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ ഈ എക്സ്റ്റെൻഡഡ് ഒബ്ജക്റ്റിലെ ഡിഫറൻറ്റ് മാസ് പാർട്ടിക്കിളുകൾ ഏതൊക്കെ പൊസിഷനിൽ ഇരിക്കുന്നു എന്നത് വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ഈ വസ്തുക്കളെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടി വരുന്ന എഫേർട്ടും ഡിഫറൻ്റ് ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ, ട്രാൻസ്ലേഷൻ മോഷനിൽ ഒരു വസ്തു എത്രത്തോളം മൂവ് ചെയ്യണം അല്ലെങ്കിൽ മൂവ് ചെയ്യരുത് എന്നതിൻ്റെ ടെൻഡൻസിയായ ഇനേർഷ്യ എന്നത് ആ വസ്തുവിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ മാസ് ഈസ് നത്തിങ് ബട്ട് എ മെഷർ ഓഫ് ഇനേർഷ്യ. എന്നാൽ റൊട്ടേഷണൽ മോഷനിലേക്ക് വരുമ്പോൾ ഒരു വസ്തു റൊട്ടേറ്റ് ചെയ്യണമോ വേണ്ടയോ എന്നതിൻ്റെ ടെൻഡൻസിയായ ഇനേർഷ്യ എന്നത് ആ വസ്തുവിൻ്റെ മാസിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ഈ മാസ് ഏതൊക്കെ പൊസിഷനുകളിൽ ഇരിക്കുന്നു എന്നതിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്രകാരം റൊട്ടേഷണൽ മോഷനിൽ അനുഭവപ്പെടുന്ന ഇനേർഷ്യ ഓർ മെഷർ ഓഫ് ഇനേർഷ്യ അറിയപ്പെടുന്ന പേരാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. മാസിനെയും പൊസിഷനെയും കണക്ട് ചെയ്യുന്ന ഈ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ നേച്ചർ എപ്രകാരമാണ്? നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു എക്സാമ്പിളിലേക്ക് പോകാം. ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുന്ന എം മാസുള്ള ഒബ്ജക്റ്റ്. സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് സ്മോൾ ആർ, വസ്തു മൂവ് ചെയ്യുന്ന ട്രാൻസ്ലേഷണൽ വെലോസിറ്റി വി, വസ്തുവിനുള്ള ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ഇപ്രകാരം
ട്രാവൽ ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി KE is equal to half mv². RHS സൈഡിലെ ടേമുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. സെക്കൻഡ് വൺ അത് മാസ് ആണ്. ആൻഡ് തേർഡ് ക്വാണ്ടിറ്റി ഇറ്റ് ഈസ് സ്ക്വയർ ഓഫ് ദ വെലോസിറ്റി. ലീനിയർ വെലോസിറ്റിയെയും ആംഗുലാർ വെലോസിറ്റിയെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ മുൻപ് പരിചയപ്പെട്ടിട്ടുണ്ട്. V is equal to ωr. മുകളിലെ ഇക്വേഷനിൽ വിയുടെ ഈ പുതിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് റൊട്ടേഷണൽ മോഷൻ്റെ കേസിലെ കൈനറ്റിക് എനർജി കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ഹാഫ് mωr ദ ഹോൾ സ്ക്വയർ. ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ഹാഫ് mr² ഇൻറ്റു ω². ട്രാൻസ്ലേഷൻ മോഷനിലെ കൈനറ്റിക് എനർജിയുടെ ടേമുകളുമായി ഇപ്പോൾ കിട്ടിയ ഇക്വേഷനെയും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ആദ്യ ടേം തീർച്ചയായും ഒരു കോൺസ്റ്റൻറ്റ്. അവസാന ടേം ഇവിടത്തെ വെലോസിറ്റിയുടെ സ്ക്വയർ. അപ്പോൾ തീർച്ചയായും ആ സെൻറ്ററിൽ കിടക്കുന്ന ടേം ഈ കേസിലെ അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷൻ്റെ കേസിലെ മാസിൻ്റെ സ്വഭാവമുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും. അതായത് റൊട്ടേഷൻ മോഷനിൽ മാസിൻ്റെ റോൾ കൈകാര്യം ചെയ്യുന്ന മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന ക്വാണ്ടിറ്റി I എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് mr². ഒരു സിംഗിൾ പാർട്ടിക്കിളിൻ്റെ കേസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സപ്പോസ് ഒന്നിലധികം പാർട്ടിക്കിളുകൾ ഉണ്ട് എന്ന് കരുതുക. ഒരു ആക്സിസിന് ചുറ്റും കുറേയധികം പാർട്ടിക്കിളുകൾ m1, m2, m3, m4, m5 എന്നീ മാസുകൾ. അവ ആക്സിസിൽ നിന്നും r1, r2, r3, r4, r5 എന്നീ ദൂരങ്ങളിലാണെങ്കിൽ ഈ എക്സ്റ്റെൻഡഡ് ബോഡിയുടെ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഈക്വൽ ടു m1 r1² പ്ലസ് m2 r2² പ്ലസ് m3 r3² പ്ലസ് m4 r4² പ്ലസ് m5 r5². ദാറ്റ് ഈസ് ഗിവൺ ബൈ സമ്മേഷൻ mi/ri². ഇപ്പോൾ നമ്മൾ കണ്ടത് പ്രകാരം ഒരു ഒബ്ജക്റ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I ഈസ് ഈക്വൽ ടു mr² ആണ്, വേർ r is the distance from the axis. മറ്റൊരർത്ഥത്തിൽ ആക്സിസ് പല പൊസിഷനിൽ ആയിരിക്കുമ്പോൾ മാസിൽ നിന്നും ആക്സിസിലേക്കുള്ള ദൂരം വ്യത്യാസപ്പെടാം. സോ ഒരു ഒബ്ജക്റ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഏത് ആക്സിസിന് എറൗണ്ടായിട്ടാണ് നാം കണ്ടുപിടിക്കുന്നത് ആ ആക്സിസ് ഓഫ് റൊട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ പരിഗണിക്കാം. Moment of inertia of a circular ring about an axis passing through its center and perpendicular to its plane. ഒരു റിങ് സങ്കല്പിക്കുക. അതിൻ്റെ ടോട്ടൽ മാസ് ക്യാപിറ്റൽ M. ആ റിങ് XY പ്ലെയിനിലാണുള്ളത്. റിങ് ഉൾപ്പെട്ട ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലറായി റിങ്ങിൻ്റെ സെൻറ്ററിൽ കൂടി Z ആക്സിസ് പാസ് ചെയ്യുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ Z ആക്സിസിന് എറൗണ്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ്. റിങ്ങിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. നമ്മളിവിടെ ഈ റിങ്ങിലുള്ള ഒരു ചെറിയ പോർഷൻ സ്മോൾ m മാസുള്ള പോർഷൻ കൺസിഡർ ചെയ്യുന്നു. ഈ പോർഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്രയാണെന്ന് ചോദിച്ചാൽ നേരത്തെ നമുക്കറിയാവുന്ന ഇക്വേഷൻ അനുസരിച്ച് മാസ് ഇൻറ്റു ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ഈ റിങ്ങിൻ്റെ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുന്നതിന് ഇപ്രകാരം സ്മോൾ m മാസുകളുള്ള ഒരുപാട് ചെറിയ പോർഷൻസ് ആയിട്ട് റിങ്ങിനെ കട്ട് ചെയ്യുക. ഓരോ പോർഷൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുക, ആഡ് ചെയ്യുക. ആൻഡ് ദ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇസ് ഗിവൺ ബൈ I ഈസ് ഈക്വൽ ടു സമ്മേഷൻ mr². നമുക്കറിയാം R എന്നുള്ളത് എല്ലാ കേസിലും സെയിം ആണ്. എമ്മുകളുടെ ചെറിയ പോർഷനുകളുടെ മാസുകളെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് റിങ്ങിൻ്റെ ടോട്ടൽ മാസായ ക്യാപിറ്റൽ M ആണ്. അതുകൊണ്ട് തന്നെ ദ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ റിംഗ് ഈസ് ഗിവൺ ബൈ I ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ M r². മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് തിയറംസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് പാരലൽ ആക്സസ് തിയറം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ രണ്ട് പാരലൽ ആക്സിസുകൾ ആണ് ഇവിടെയുള്ളത്.
ആർബിട്രറി ഷേപ്പുള്ള ഒരു റിജിഡ് ബോഡി സങ്കല്പിക്കുക. ആ റിജിഡ് ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് ഉണ്ട്. സെൻറ്റർ ഓഫ് മാസിൽ കൂടി പാസ് ചെയ്യുന്ന ഈ ആക്സിസിന് അറൗണ്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ICM ആണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I about a parallel axis which is at a distance x from the first axis is given by I is equal to ICM plus m into x square. അവിടെ m എന്ന് പറയുന്നത് ഈ ബോഡിയുടെ ടോട്ടൽ മാസ് ആയിരിക്കും. അഥവാ ഒരു ആക്സിസിന് എറൗണ്ട് ആയിട്ടുള്ള ഒരു ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ലഭിക്കുന്നതിന് വേണ്ടി ആ ആക്സിസിന് പാരലായി സെൻറ്റർ ഓഫ് മാസിൽ കൂടി പാസ് ചെയ്യുന്ന ആക്സിസിന് എറൗണ്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയോട് കൂടി ബോഡിയുടെ ടോട്ടൽ മാസും ഈ ആക്സിസുകൾ തമ്മിലുള്ള ദൂരത്തിൻ്റെ സ്ക്വയറും തമ്മിലുള്ള പ്രോഡക്റ്റ് കൂട്ടിയാൽ മതി. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഗിവൺ ബൈ ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിജിഡ് ബോഡി about any axis is equal to the sum of its moment of inertia about a parallel axis passing through the center of mass and the product of the mass of the body and the square of the distance between two axes. മുൻപ് നാം കണ്ട റിങ്ങിൻ്റെ എക്സാമ്പിൾ പരിഗണിക്കാം. To find the moment of inertia of a circular ring about an axis passing through its edge and perpendicular to its plane. നമ്മളൊരു റിംഗ് കൺസിഡർ ചെയ്യുന്നു. ആ റിങ്ങിൻ്റെ സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഒരു റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എക്സാക്റ്റ് സെൻറ്ററിൽ തന്നെയായിരിക്കും സെൻറ്റർ ഓഫ് മാസ്. അതുകൊണ്ട് തന്നെ ഈ ആക്സിസിന് എറൗണ്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എറൗണ്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ് ICM. അതിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. ഇറ്റ് ഈസ് mr². ഈ ആക്സിസിന് പാരലായി റിങ്ങിൻ്റെ എഡ്ജിൽ കൂടി പാസ് ചെയ്യുന്ന മറ്റൊരു ആക്സിസ് പരിഗണിക്കുന്നു. ഈ പുതിയ ആക്സിസിന് അറൗണ്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I എത്രയാണ്? റിങ്ങിൻ്റെ റേഡിയസ് R ആണെങ്കിൽ പാരലൽ ആക്സിസ് തിയറം അനുസരിച്ച് വി ഹാവ് I is equal to ICM plus mr². ICMൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ I is equal to mr² plus mr², that is 2mr². മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ സംബന്ധിക്കുന്ന രണ്ടാമത്തെ തിയറമാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പ്ലെയിൻ ലാമിനകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു പ്ലെയിൻ ലാമിന കൺസിഡർ ചെയ്യുക. അത് XY പ്ലെയിനിലായിരിക്കും. X ആക്സിസിന് അറൗണ്ട് ആയിട്ടുള്ള ഈ ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ IXും Y ആക്സിസിന് അറൗണ്ട് ആയിട്ടുള്ള ഈ ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ IYയും ആണ്. ഈ XY ആക്സിസുകൾ കട്ട് ചെയ്യുന്ന പോയിന്റിലൂടെ കടന്നു പോകുന്നതും ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതുമായ മറ്റൊരു ആക്സിസ് സങ്കല്പിക്കുക. നമ്മളതിനെ Z എന്ന് വിളിക്കുന്നു. Z ആക്സിസിന് എറൗണ്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ IZ ആണെങ്കിൽ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അനുസരിച്ച് IZൻ്റെ വാല്യൂ എന്ന് പറയുന്നത് IX പ്ലസ് IY ആയിരിക്കും. The statement is given by the moment of inertia of a plane lamina about an axis perpendicular to its plane is equal to the sum of the moment of inertia about two mutually perpendicular axes lying in the plane of lamina intersecting each other where the perpendicular axis meet the plane. മുൻപ് പരിഗണിച്ച റിങ്ങിൻ്റെ ഉദാഹരണത്തിലേക്ക് പോയാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിംഗ് എബൌട്ട് എ ഡയമീറ്റർ കണ്ടുപിടിക്കുന്നതിന് XY പ്ലെയിനിലുള്ള ഒരു റിങ് സങ്കല്പിക്കുക. X ആക്സിസിന് അറൗണ്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ IX, Y ആക്സിസിന് അറൗണ്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ IY. നമുക്കറിയാം ഒരു റിങ്ങിൻ്റെ സിമ്മട്രി അനുസരിച്ച് X ആക്സിസിന് അറൗണ്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും Y ആക്സിസിന് അറൗണ്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും ഈക്വൽ ആയിരിക്കും. ഈ XY പ്ലെയിനിന് പെർപെൻഡിക്കുലറായി XY ആക്സിസുകളുടെ
പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിലൂടെ കടന്നു പോകുന്ന ആക്സിസാണ് ഇസഡ് ആക്സിസ്. നമുക്കറിയാവുന്നതുപോലെ ഇസഡ് ആക്സിന് അറൗണ്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ IZ = mr² ആണ്. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അനുസരിച്ച് IZ = IX + IY ആണ്. എന്നാൽ IXൻ്റെയും IYയുടെയും വാല്യൂ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് IZ = 2 × IX എന്നെഴുതാം. IZൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ mr² = 2 × IX എന്ന് കിട്ടും. അല്ലെങ്കിൽ IX = mr²/2 എന്ന് ലഭിക്കും.